കുറച്ച് കൊഞ്ച് കിട്ടി. കൊഞ്ച് കണ്ട, ഈ കൊഞ്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ ഇവിടെ ഒരു ഇതുണ്ട്, അതൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. വൃത്തിയാക്കി എടുക്കണം. കൊഞ്ച് നല്ല വൃത്തിയാക്കി എടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. കൊഞ്ചിൽ ഭയങ്കര പ്രശ്നമാണെന്നല്ലേ എപ്പോഴും പറയുക എല്ലാവരും. അത് വൃത്തിയാക്കി എടുക്കാം. ഇത് ഞാൻ കഴുകിയിട്ടില്ല. ഇതിങ്ങനെ വൃത്തിയാക്കി തലയും വാലും എല്ലാം കളഞ്ഞ് തോലെല്ലാം കളഞ്ഞിട്ട്, പക്ഷേ എന്നിട്ട് അത് ഇതുപോലെ നെടുകെ ഒന്ന് കീറി നോക്കണം. കീറുമ്പോൾ ഇതുപോലൊരു കുടൽ പോലത്തെ ഒരു സാധനം കിട്ടും ഇതിൻ്റെ അകത്തുനിന്ന്. അത് നമ്മൾ വലിച്ചെടുത്തുനിന്ന് കളയണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അതതിൻ്റെ കുടലാണ്. പക്ഷേ ഇത് ആർക്കും ചിലർക്കൊന്നും ഇത് അറിയില്ല. ഇതിങ്ങനെ എന്തെങ്കിലും വെച്ച് ഇതായി കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വയറിന് കേടാണ്. വയറുവേദനയും വയറിളക്കമൊക്കെ ഉണ്ടാവും, ഛർദിയൊക്കെ ഉണ്ടാവും. അപ്പം ഇത് നമ്മളെടുത്ത് കളഞ്ഞ ഇതാണിത്. ഇത്രയും കണ്ട, ഇതെല്ലാം കളഞ്ഞതാണ്. ഇനി ഇത് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴുകിയെടുക്കണം. ഇനി അതിലേക്ക് ചേർക്കാനുള്ള ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ. തക്കാളി, ഈ വെളുത്തുള്ളി ഇതുപോലത്തെ തന്നെ ഒരു പകുതി കൂടി വേണം. ഇഞ്ചി ഇത്രയും വേണം. കാരണം ചെമ്മീനാണ്, വയറിന് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ചും കൂടി വെളുത്തുള്ളി വേണമെന്ന് പറഞ്ഞത്. സവാള ഇത്രയും, പിന്നെ പച്ചമുളക്. ഇനി ബാക്കി മസാല വേറെ ഉണ്ട്. നമ്മൾ ചെമ്മീൻ കണ്ട ഏകദേശം ഒരു 1/2 കിലോ വരെ. അപ്പോൾ അത് എല്ലാം കൂടി പുരട്ടി വയ്ക്കുന്ന ഇതാണ്. പുരട്ടി വയ്ക്കുകയാണ്, മസാല ഇട്ട് പുരട്ടി വയ്ക്കുക. കണ്ട, ഇത്രയും സാധനങ്ങളാണ്. സവാള ഒരു മീഡിയം ചെറിയ സവാള 3 എണ്ണം, ഒരു 6-7 പച്ചമുളക്. പച്ചമുളക് എന്താണെന്ന് പറഞ്ഞാൽ പിഞ്ച് പച്ചമുളക് ആയതുകൊണ്ട് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കരിവേപ്പില, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല, തക്കാളി, വെളിച്ചെണ്ണ, ഉപ്പ്. ഇത്രയുമാണ്. നമ്മളിനി ഇത് തുടങ്ങാൻ പോവുകയാണ്. വെള്ളം 1 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ച് ഒരു 1/2 ഗ്ലാസും കൂടി ഒഴിക്കേണ്ടി വരും. ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടി ചൂടായി. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വേണം. വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ആദ്യം നമ്മൾ കറിവേപ്പില ഇട്ടു. പിന്നെ സവാള ഇടണം. സവാള വാടിയതിന് ശേഷമേ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഇടാൻ പറ്റും. എന്നാലേ ശരിയാവുള്ളൂ. ഇതിലൊരു പച്ചമുളക് വീണ് പോയി, അതാരും കാര്യമാക്കണ്ട. അത് വീണ് പോയതാണ്, എടുത്തിട്ടപ്പോൾ വീണതാണ്. പച്ചമുളകൊക്കെ പിന്നീടിടാം നമുക്ക്. നമ്മൾ ഉള്ളി സവാള കണ്ടോ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് വേഗം അത് ഇതാവും. അതുകൊണ്ട് അത് നമുക്കിത് വഴറ്റി കൊടുക്കാം. നല്ല ബ്രൗൺ കളറാകണം. കുറച്ച് ബ്രൗൺ കളറാവണം കേട്ടോ. സാധാരണ വയ്ക്കുന്ന പോലെയല്ല, ഇത് നമ്മൾ ചിക്കൻ പുരട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ആവണം. സവാള വെറുതെ ഉണ്ടാക്കിയ പോലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴണ്ടി വരും. നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. ഇങ്ങനെ വഴറ്റി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വഴറ്റി കൊടുക്കുക. കണ്ടോ, സവാള നല്ലപോലെ വഴണ്ടി. ഇനി നമുക്കതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. അത് നല്ലപോലെ ഒന്ന് വഴറ്റുക. കാര്യം എന്ന് പറഞ്ഞാൽ തീ കൂട്ടി വയ്ക്കണം. പച്ച ചുവ മാറാനായിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറണം. അതിന് വേണ്ടിയിട്ട് പച്ച ചുവ ഉണ്ടാവും, അത് ഒന്ന് മാറണം. അതുവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ടു. എന്നിട്ട് നല്ലപോലെ വഴറ്റി വേണമെങ്കിൽ ലേശം കൂടി വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കാരണം ഈ മസാലയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ 1 സ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ വഴറ്റിയിട്ട് ഇങ്ങനെ നീക്കി വെച്ച് നടുക്കിലേക്ക് ഇത് 2 സ്പൂണ് മല്ലിപ്പൊടി
2 സ്പൂൺ കേട്ടോ. ചായ സ്പൂണിനാണെങ്കിൽ 2.5 സ്പൂൺ. ഈ സ്പൂണിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഇതാക്കുക, വഴറ്റണം. മല്ലിയും കൂടി ഒന്ന് മൂത്ത് വരണം. മല്ലി മൂത്ത് വരണം. മൂത്ത് ഇതായി വരുമ്പോൾ കുറച്ച് നേരം ആക്കിയാൽ മതി. ഒരു 2-3 മിനിറ്റ് ഉണ്ടാവും. ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ ഇത് 2 ടേബിൾ സ്പൂൺ സാധാരണ സ്പൂണിനാണ് എടുത്തിരിക്കുന്ന മുളക് പൊടി. 1.5 കേട്ടോ. എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുരുമുളക് പൊടി ഇടാനുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതലാവും. അതുകൊണ്ട് ഒരു 1.5 സ്പൂൺ മതി. 1.5 സ്പൂൺ മതി മുളക് പൊടി. അത് ഇട്ടു. ചട്ടി ഇങ്ങനെ നീങ്ങിക്കളിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടാണ് അമ്മ ഇതെല്ലാം ചെയ്യണത്. ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല. എടുത്തിട്ട് അതിലേക്ക് പെരുംജീരകപ്പൊടി ഒരു 1.5 സ്പൂണ് പെരുംജീരകപ്പൊടി ഇട്ടു. പിന്നെ തീ കുറച്ച് വയ്ക്കണം, കരിയും. ഇതൊക്കെ ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇതാ ഇത്രയും ഒരു ചെറിയ സ്പൂണാണ് മഞ്ഞൾപ്പൊടി ഇട്ടു. തീ കുറച്ച് വെച്ചാൽ എന്താണെന്നറിയോ, കരിയേ. ഇത്ര ആക്കി കഴിഞ്ഞിട്ട് ഒരു മീഡിയം 3 തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇങ്ങനെ യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആവണം. അതിനുവേണ്ടി ഒരു 3 മിനിറ്റ് അടച്ച്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് ഏകദേശം ചെറിയതായിട്ടൊന്ന് ഇതായിട്ടുണ്ട്. ഉണ്ടോ? എന്നിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഉടച്ചു കൊടുത്താൽ അതിൻ്റെ കൂടി നല്ല ടേസ്റ്റാണ്. ഇപ്പം തീ കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ വൃത്തിയാക്കി വെച്ച ചെമ്മീനില്ലേ അതിലേക്ക് ഇടുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മൾ ചെമ്മീൻ വേവിച്ചിട്ടല്ല ഇടുന്നത്, ഇതിൽ കൂടി കിടന്ന് മസാലയുടെ കൂടെ കിടന്നാണ് വേവണത് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു. അപ്പോൾ ഇനി ലേശവും കൂടി ചെമ്മീനും കൂടി വേണത്. അപ്പോൾ ലേശവും കൂടി ഇതാ വരണേ ഉപ്പിടണം. അമ്മയ്ക്ക് ഒരു രജിസ്റ്റർ വന്നു, അപ്പോൾ അങ്ങനെ അത് വാങ്ങാനായിട്ടാണ് ഇടയ്ക്കൊന്ന് പോയി. അപ്പോൾ ഇത് വേണ്ട, നമ്മളിങ്ങനെ ആക്കി വെച്ചു. അതിലേക്ക് നമ്മളെ ഗരം മസാല ഒരു ചെറിയ കുറച്ച് താണ്ട, ഇത്രയേ ഉള്ളൂ, കുറച്ചിട്ടാൽ മതി. പട്ടയും കരാമ്പൊക്കെ പൊടിച്ചത് അതുമിട്ട് ഇതാക്കിയതിന് ശേഷം ഇത് പെപ്പർ പൊടി ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പെപ്പർ പൊടി ആച്ചിയുടെ പെപ്പർ പൊടിയാണ്. ഇതൊരു 7 ഗ്രാം വരും. ഇത് നമ്മൾ ഇറക്കാറാകുമ്പോഴേ ഇടുള്ളൂ കേട്ടോ. അവസാനം എന്നിട്ട് ഇറക്കാറാകുമ്പോഴല്ല, ഇതെല്ലാം കുക്കായതിന് ശേഷം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പെപ്പർ പൊടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു ചെറിയൊരു കയ്പ്പ് വരും. അതുകൊണ്ട് ഇത് നമ്മൾ അങ്ങനെ ഇപ്പോൾ ഇത്രയും വെള്ളം, 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. എന്നിട്ടാണ് ഇത് വേവണമല്ലോ, അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് മതി. 1.5 വേണമെന്ന് വിചാരിച്ചു, പക്ഷേ 1 ഗ്ലാസ് മതി. ഇതിങ്ങനെ എല്ലാം കൂടി ചേർത്ത് വെച്ച് വേവിക്കാം. തീ അണഞ്ഞു പോയി, അതുകൊണ്ട് തീ കത്തിച്ചു. ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കുക. എന്നിട്ടുണ്ടെങ്കിൽ ചെമ്മീന് വേവ് കൂടുതലുണ്ട്, അതുകൊണ്ട് 15 മിനിറ്റ് വേവിക്കണം. ഇടയ്ക്കൊന്ന് നോക്കാം, വെള്ളം വറ്റിയൊന്ന് നോക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. ഇളക്കി നോക്കണം. അടിയിൽ പിടിക്കും. അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഇളക്കിയിട്ട് സ്പൂൺ ഇതുപോലെ വെച്ചിട്ട്
അടച്ച് വയ്ക്കുക. അപ്പം തീ കുറച്ച് തീ വയ്ക്കുക. നമ്മൾ തുറന്ന് നോക്കുകയാണ്. കണ്ടോ, നല്ല കുഴഞ്ഞ് നല്ല കുറച്ചും കൂടി വറ്റണം. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഒരു 10-15 മിനിറ്റ് വേവിച്ചു. എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ വേവ് കൂടുതലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട്, അല്ലെങ്കിൽ ചെമ്മീൻ വേവിച്ചിട്ടിടണം. പക്ഷേ അതിനേലും ടേസ്റ്റ് ഇതാണ്. ഇങ്ങനെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? കുരുമുളക് പൊടി, പെപ്പർ പൊടി കുറച്ച് ഇടുക. എന്നിട്ടുണ്ട് എരിവ് നമുക്ക് കുറച്ച് മതി കേട്ടോ. എരിവ് വേണ്ടവർക്ക് കൂടുതലിടാം. ഇത് കുറച്ച് ഇട്ടു. നല്ല ഇളക്കി കൊടുക്കുക. ഇളക്കി നല്ല ഗ്രേവിയോടുകൂടി നല്ല ഇതായി. ആദ്യം ചേർത്ത് പുരട്ടി വെച്ചാൽ ഇത്ര ഗ്രേവി കാണില്ല. അതിപ്പോൾ ഗ്രേവി ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു തേങ്ങാപ്പാൽ ഒരു 3 ടേബിൾ സ്പൂണിനുള്ളതാണ് തേങ്ങാപ്പാൽ. അത് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ എരിവിൻ്റെ കാടിനൊക്കെ പറയും വെച്ചിട്ട് അത് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് വറ്റിച്ചെടുക്കുക. വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നല്ലതായിട്ടുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. അപ്പോൾ ചെമ്മീൻ കറി, മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യുക. ഞാൻ ഉപ്പ് നോക്കി, ലേശം കൂടി ഉപ്പ് വേണം. ഇത്രയും ലേശം കൂടി ഉപ്പും കൂടി വേണേ. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് കോരി എടുക്കാം. ചെമ്മീൻ കറി റെഡിയായി. ചെമ്മീൻ കറി റെഡിയായി. ചെമ്മീൻ കറി